എനിക്ക് ബ്രോ സാധാരണ ബൾഗേറിയയിൽ നമ്മൾ ഈ സാലറി കിട്ടിക്കഴിഞ്ഞാൽ ഈ ടാക്സും കാര്യങ്ങളൊക്കെ പോയിട്ട് എത്ര നമുക്ക് കിട്ടും? എങ്ങനെയാ അതിന്റെ ഒരു കണക്ക്? ഒറ്റ ബാക്കി പറഞ്ഞാൽ ഒരു 23 തൊട്ട് 24% വരെ പോകും. അതിന്റെ ബ്രേക്കേജ് എങ്ങനെയാന്ന് ചോദിച്ചാൽ 10% സ്ട്രേറ്റ് ഇൻകം ടാക്സ് ആണ്. ഇൻകം ടാക്സ്. പിന്നുള്ള 13 തൊട്ട് 14% വരെ എന്നുള്ളത് സോഷ്യൽ സെക്യൂരിറ്റിക്കും ഹെൽത്ത് ഇൻഷുറൻസിനും വേണ്ടിയിട്ടാണ് അവർ കട്ട് ചെയ്യുന്നത്. ഓക്കെ. സോ ഇപ്പൊ നമുക്കൊരു 1000 യൂറോ കിട്ടുക എന്നുണ്ടെങ്കിൽ സിമ്പിൾ കാൽക്കുലേഷനിൽ പറഞ്ഞാൽ ഇൻറ്റു 0.76 അല്ലെങ്കിൽ 77 ഇട്ട് കിട്ടും. 1000 ഇൻറ്റു 0.76 എന്ന് പറഞ്ഞാൽ 760 യൂറോ കിട്ടും. അതായത് 1000 യൂറോ കിട്ടുകയാണ് 760 യൂറോ ആണ് നമുക്ക് കിട്ടുക. അതെ, ഏതാണോ സാലറി ഇൻറ്റു 0.77 ചെയ്താൽ മതി. അതെ. പിന്നെ ചില സ്ഥലങ്ങളിൽ നമ്മൾ ഹയർ ചെയ്യുമ്പോഴത്തേക്കിനും അവര് ഈ ടാക്സ് കഴിഞ്ഞിട്ടുള്ള സാലറി ആവും പറയും. അതപ്പം ജോബ് സ്പെസിഫിക്കേഷൻസ് നോക്കുമ്പോൾ ഗ്രോസ് ആണോ നെറ്റ് ആണോ എന്ന് നോക്കുക. ഗ്രോസ് ആണെന്നുണ്ടെങ്കിൽ വിത്തൗട്ട് ടാക്സസ് ആയിരിക്കും പറയുന്നത്. നെറ്റ് ആണെന്നുണ്ടെങ്കിൽ ടാക്സ് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട്, അതായത് അവരടച്ചോളും ടാക്സ്. അതെ. അപ്പൊ നമുക്ക് ഇവിടെ ഹോസ്പിറ്റലിൽ ഈ ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് ഹോസ്പിറ്റലിലൊന്നും പൈസ കൊടുക്കണ്ട. ഇല്ല, ഇവിടെ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസിൽ എല്ലാം തന്നെ കവറായി പോകും. അപ്പൊ ഇതാണ് ബൾഗേറിയയിലുള്ള സാലറിന്റെ ഇൻഷുറൻസിന്റെ ഒക്കെ ഒരു കണക്ക്.